നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിത. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ചാണ്. പ്രസവശേഷം അമ്മമാരിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണിത്. ഈയിടെ നമ്മളെ എല്ലാവരും ഞെട്ടിച്ച ഒരു സംഭവമാണ് അമ്മ പ്രസവശേഷം ഒരു പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം. ഇത്തരമൊരു വാർത്ത കേട്ടാലോ അല്ലെങ്കിൽ മറ്റിതുപോലുള്ള എന്ത് വാർത്ത കേട്ടാലും ആദ്യം തന്നെ എല്ലാവരും അമ്മ കുറ്റക്കാരിയാണ്, അവൾ ഏറ്റവും മോശപ്പെട്ട സ്ത്രീയാണ് എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തി ആ ഒരു കേസിനെ ക്ലോസ് ചെയ്യാറാണ് പതിവ്. ഒരിക്കലും ന്യായീകരണം അർഹിക്കുന്ന തെറ്റല്ല ആ അമ്മ ചെയ്തത്, തെറ്റ് തന്നെയാണ്, അതിനുള്ള ശിക്ഷ ആ അമ്മയ്ക്ക് കിട്ടുകയും ചെയ്യും. എന്നിരുന്നാലും ഇത്തരമൊരു സംഭവം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു സംഭവം നടന്നു കഴിഞ്ഞാലും ഒരു വശം മാത്രം ചിന്തിക്കാതെ അതിൻ്റെ രണ്ട് വശവും ചിന്തിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇനിയും അത്തരമൊരു സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാൻ അത് ഉപകരിക്കും. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അമ്മമാരിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പ്രസവശേഷം അമ്മമാരിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും എല്ലാം കാരണം അമ്മമാരിൽ ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദമാണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവശേഷവും എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഹോർമോണുകളുടെ വ്യതിയാനം ധാരാളമായി സംഭവിക്കുന്ന ഒരു പീരീഡാണിത്. അതുകൊണ്ട് തന്നെ മാനസികമായും ശാരീരികമായും ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. മാത്രമല്ല സാഹചര്യങ്ങൾ ഒരുപാട് ആ സ്ത്രീയിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെ നേരിടുമ്പോൾ ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടിയും വരും. അത്തരമൊരു സാഹചര്യത്തിൽ ചുറ്റുമുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാതെ വരികയോ അല്ലെങ്കിൽ ധാരാളം മാനസിക സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരികയോ ചെയ്യുമ്പോഴാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയും അച്ഛനുമാണ് ജനിക്കുന്നതെങ്കിലും ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അച്ഛനും അതൊരു നിർണായക ഘട്ടമാണ് എന്നുണ്ടെങ്കിലും അമ്മയോളം ഒരിക്കലും ആ ഒരു ഘട്ടത്തെ നേരിടേണ്ട ഒരു അവസ്ഥ അച്ഛനുണ്ടാകുന്നില്ല. അമ്മയിലാണ് ശാരീരികമായും മാനസികവുമായും ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നതും കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വരുന്നതും ഒരു അമ്മയുടെ കടമയായിട്ടുള്ള കാര്യമാണ്. അതിന് ചുറ്റുമുള്ളവർ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പ്രസവശേഷം അമ്മമാരുടെ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ കുറച്ചുനാൾ എല്ലാ വിധത്തിലുള്ള കെയറുകളും കിട്ടി ഒരുവിധം മാനസികമായി സന്തോഷത്തിലും തൃപ്തിയിലും പോകുമ്പോഴാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് മാറ്റപ്പെടുക എന്നുള്ളൊരു കാര്യം അവൾ നേരിടേണ്ടി വരുന്നത്. എന്നാൽ അമ്മമാരുടെ വീട്ടിൽ നിൽക്കുമ്പോഴും പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. തീർച്ചയായിട്ടും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കുഞ്ഞിനെ തന്നെയാണ് അമ്മയേക്കാൾ അവിടെ പ്രാധാന്യം കിട്ടുന്നത്. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ അമ്മയുടെ മനസ്സിൽ ധാരാളം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങും. കൂടാതെ ഉറക്ക നഷ്ടം എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ചുറ്റിൽ നിന്നും നോക്കിയിരുന്നാലും അമ്മയുടെ ഉറക്കം എന്ന് പറയുന്നത് അവിടെ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. രാത്രി കുഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്തും പാല് കൊടുക്കാനും ഒക്കെ ആയിട്ട് അമ്മ തീർച്ചയായിട്ടും എഴുന്നേൽക്കേണ്ടതായി വരും. ചുറ്റുമുള്ള ആരെല്ലാം ആദ്യത്തെ ദിവസങ്ങളിൽ കൂടെ നിന്നിരുന്നാലും പിന്നീട് ആകുമ്പോൾ അമ്മ മാത്രമായിരിക്കും എഴുന്നേൽക്കാൻ ഉണ്ടാകുക. ഈ ഒരു പീരീഡിൽ തന്നെ നോർമൽ ഡെലിവറി ആയിരുന്നാലും സിസേറിയൻ ഡെലിവറി ആയിരുന്നാലും അമ്മ നേരിടുന്ന ശാരീരിക പ്രശ്നങ്ങളും ഇതിനോടൊപ്പം ആകുമ്പോൾ അമ്മയുടെ മനസ്സ് ഡൗൺ സ്റ്റേജിൽ തന്നെയായിരിക്കും. ഇത്തരം മാനസിക വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിസിറ്റേഴ്സ് വരിക എന്നുള്ള ഒരു ചടങ്ങ് ഉണ്ടാകുന്നത്. വിസിറ്റേഴ്സ് വന്നിരുന്നാൽ മെജോറിറ്റി ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കുഞ്ഞിനെ കുറിച്ച് പറയാൻ സാധ്യതയുണ്ട്. കൂടാതെ പഴയ കാലത്തുള്ളവരാണെങ്കിൽ പാലിനെ കുറിച്ചുള്ള സംശയം, കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ടോ, തികയുന്നുണ്ടോ, അതെങ്ങനെയാണ് എന്നുള്ള കുറേ ചോദ്യങ്ങൾ അമ്മ നേരിടേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംസാരങ്ങളും ചോദ്യങ്ങളും എല്ലാം മാനസികമായി അമ്മയെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കുഞ്ഞിനെ കാണാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മാന്യമായി കണ്ട ശേഷം തിരിച്ചു പോകുക. അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയിരുന്നാലും കുഞ്ഞിന് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അത് അമ്മയുടെ തലയിലാക്കുക എന്നുള്ളത് പൊതുവേ ഉള്ള ഒരു പ്രവണതയാണ്. അമ്മയുടെ വീട്ടുകാരാണെങ്കിലും അച്ഛൻ്റെ വീട്ടുകാരാണെങ്കിലും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പരമാവധി ഒഴിവാക്കി മാനസികമായി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുകയെങ്കിലും ചെയ്യുക. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നാണ് അമ്മയുടെ മനസ്സ് ധാരാളമായി വേദനിക്കുകയും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന ഒരു കേസിലേക്ക് അമ്മ ചെന്നെത്തുകയും ചെയ്യുന്നത്. ഇതൊരിക്കലും ഒറ്റയ്ക്കൊരു അമ്മയിൽ ഉണ്ടാകുന്നതല്ല, ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്നത് കൊണ്ട് തന്നെ ചുറ്റുമുള്ളവരാണ് ഈ ഒരു പ്രശ്നം അമ്മയ്ക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നീട് അമ്മ ചെയ്യുന്നത് അമ്മയുടെ നിയന്ത്രണത്തിന് വിധേയമായിട്ടുള്ള കാര്യമായിരിക്കും. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴാണ് കുഞ്ഞിനെ മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ കുഞ്ഞു കരയുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനെ ധാരാളം പ്രശ്നം നമ്മൾ കേട്ട വാർത്തകളെ പോലുള്ള സംഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവത്തിലുണ്ടായ അമ്മ എന്ത് കാരണം കൊണ്ടാണ് അത് ചെയ്തതെങ്കിലും അത്തരമൊരു സാഹചര്യം വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. പ്രസവിച്ച ഒരു അമ്മയും കുഞ്ഞും കിടക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് അവർക്ക് മാനസികമായോ ശാരീരികമായോ ഒരു സപ്പോർട്ടും ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കുക. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന വാക്ക് നിസ്സാരമായി തോന്നാമെങ്കിലും അത് വന്നു കഴിഞ്ഞാൽ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് പറയുന്നതിനും അപ്പുറമായതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകാൻ
ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യാമെന്നുള്ള കാര്യം സാഹചര്യങ്ങൾ അനുകൂലമാക്കി വെക്കുക. ഇത്തരം ഒരു അവസ്ഥയുണ്ടെന്നുള്ളത് മുന്നേ അമ്മ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അതിനേക്കാൾ ഉപരി മറ്റാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും ഭർത്താവിൻ്റെ മാനസികമായും ശാരീരികവുമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഭാര്യയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആ അമ്മയും കുഞ്ഞും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന പ്രശ്നത്തെ പരമാവധി ഒഴിവാക്കാനും കഴിയുന്നതാണ്. ഇതിന് കൗൺസിലിംഗ് തന്നെയാണ് മെയിനായിട്ടുള്ള ഒരു പ്രതിവിധി. അതിനേക്കാൾ ഉപരി പ്രസവത്തിനോടൊപ്പം തന്നെ ഈ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് അമ്മയ്ക്ക് ഉണ്ടായിരിക്കുക. അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നേരിടാമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുക. എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം തരണം ചെയ്ത് കിട്ടാനായി ഭർത്താവിനോടെല്ലാം തുറന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ പോയാൽ തന്നെയും ചുറ്റുമുള്ള ആരെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാലും നിസ്സാരമായി അത് തള്ളിക്കളയാനും അമ്മയ്ക്കുള്ള മാനസികമായിട്ടുള്ള ഒരു ശക്തി ലഭിക്കുന്നതാണ്. ആ അമ്മയും കുഞ്ഞിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ഒരു കണ്ടീഷനിലൂടെ അമ്മ കടന്നു പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനായി ശ്രദ്ധിക്കുക. ഒരിക്കലും ഈ ഒരു കണ്ടീഷൻ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. വന്നു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസകരമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നിങ്ങൾക്ക് ചോദിക്കാം, ഇന്നത്തെ നാട്ടിൽ മാത്രമാണ് ഇതുള്ളത്, പണ്ടുള്ളവർ 10ഉം 15ഉം പ്രസവിച്ചിട്ടില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടാകാം. അവരും അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. അവർ പലരും തരണം ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഈ ഒരു കണ്ടീഷനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളത് മാത്രമാണ് അതിന് പിന്നിലുള്ള കാര്യം. സോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.